കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കന്യാകുമാരി തീരദേശ മേഖലയിൽ കനത്ത ജാഗ്രത. റെഡ് അലർട്ട് തുടരുകയാണ്. ഇന്നലെ കടലിൽ മുങ്ങി മരിച്ച 5 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വിവരങ്ങളുമായി സജയ് കുമാറാണ് ചേരുന്നത്. സജയൻ, തീരത്തെ അവസ്ഥ എങ്ങനെയാണ്? ഒപ്പം ജാഗ്രതാ നിർദ്ദേശം അവഗണിച്ചതാണോ ഈ 5 പേരുടെ മരണത്തിനിടയാക്കിയത്? ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം എപ്പോഴാണ്? അതെ, തീർച്ചയായും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ കള്ളക്കടൽ പ്രതിഭാസം ജില്ലാ ഭരണകൂടത്തിന്റെ, അതായത് ജില്ലാ കളക്ടർ വ്യക്തമായ നിർദ്ദേശം 2 ദിവസങ്ങൾക്ക് മുമ്പ് ജനങ്ങൾക്ക് നൽകിയിരുന്നു. കന്യാകുമാരി തീരദേശ മേഖലകൾ, പ്രത്യേകിച്ചും വിനോദസഞ്ചാര മേഖലയായ കന്യാകുമാരി ബീച്ച്, അതേപോലുള്ള പ്രധാനപ്പെട്ട ബീച്ചുകളിൽ വിനോദസഞ്ചാരികൾ ആരും തന്നെ ഇറങ്ങരുത്, അത് മത്സ്യബന്ധനത്തിൽ പോരുന്ന വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിട്ടും അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഈ വിനോദസഞ്ചാരികളും ജനങ്ങളും ഒക്കെ ഈ കടലോര പ്രദേശങ്ങൾ കടൽക്കരയിൽ എത്തുകയും ഇതിനെ തുടർന്നാണ് ഈ വിലക്ക് ലംഘിച്ച് അവിടെ ചെന്നതിനാലാണ് 8 മരണം 2 ദിവസങ്ങളുണ്ടായത്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ, തിരുച്ചിയിൽ നിന്നും SRM കോളേജിലെ വിദ്യാർത്ഥികൾ 8 പേർ മെഡിക്കൽ വിദ്യാർത്ഥികൾ, അവസാന വർഷ വിദ്യാർത്ഥികളാണ്. ഇവർ ഇന്നലെ ലെമൂർ ബീച്ചിൽ ഈ നിരോധനം ലംഘിച്ചുകൊണ്ട് ബീച്ചിൽ ഇറങ്ങി 8 പേരെയും കടൽ അലകളിൽ അവർ മുങ്ങുകയും തുടർന്ന് ആ 8 പേരെയും മത്സ്യബന്ധന തൊഴിലാളികൾ അവിടെ നിന്ന് കരയ്ക്കെടുത്തെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെടുകയുണ്ടായി. 3 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇന്നലെ ജില്ലാ കളക്ടർ ശ്രീധർ ചികിത്സയിൽ കഴിയുന്നവരെ മെഡിക്കൽ കോളേജ്, ആശാരിപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെന്ന് കാണുകയും തുടർന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇത്രയും വിലക്ക് ലംഘിച്ച് ജനങ്ങൾ വന്ന് കടൽക്കരകളിൽ ചെന്നതിനാണ് ഇതുപോലുള്ള ദുരന്തം സംഭവിച്ചത്. തുടർന്നും ഇന്നും റെഡ് അലർട്ട് പിൻവലിച്ചിട്ടില്ല. ജനങ്ങളാരും തന്നെ കടൽക്കരയിൽ ചെല്ലരുത്, പൂർണ്ണമായും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ ജില്ലാ SP-യുടെ നേതൃത്വത്തിൽ, സുന്ദരത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സന്നാഹം കടലോര മേഖലകളെ തീവ്രമായി വീക്ഷിക്കുന്നുണ്ട്. അതേപോലെ കോസ്റ്റ് ഗാർഡും കടലോര മേഖലയിൽ വന്ന് തീവ്രമായി വീക്ഷണം നടത്തുന്നുണ്ട്. ഇന്ന് ആരും തന്നെ കടൽക്കരയിലേക്ക് ചെല്ലരുതെന്ന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. 5 വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് നൽകാനുള്ള നടപടിക്രമങ്ങളും നടന്നുവരുന്നു. ശരി. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കന്യാകുമാരി തീരമേഖലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് സജയ് കുമാർ. ഒരിടവേള കൂടി.